ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒത്തിരി നാളായി വീഡിയോസ് ഇടാൻ, കാരണം അതിടാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടും ഈ വീഡിയോ ഇടാൻ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. ഓക്കെ അല്ല, ഡബിൾ ഓക്കെ ആണ്. കാരണം ഇതെനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ഉള്ള ഒരു സ്ഥലമാണിത്. എൻ്റെ ബാല്യകാലം, എൻ്റെ കുരുത്തക്കേടുകൾ, പഠിത്തം, ഞാൻ വളർന്നത്, എൻ്റെ കൂട്ടുകാർ എല്ലാവരും പഠിച്ച് വളർന്ന എൻ്റെ ഒരു സ്കൂൾ ഇതാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേര് പോളിയോ ഹോം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പേരൊക്കെ മാറി. പേര് മാത്രമല്ല, ബിൽഡിങ് തന്നെ മൊത്തത്തിൽ മാറി. അതിൻ്റെ ഷോക്കിൽ ഞാനിങ്ങനെ എല്ലാം ഓരോന്നിങ്ങനെ കണ്ട് നടക്കുമല്ല, പോകുവാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ആ ഒരു സന്തോഷവും എൻ്റെ നൊസ്റ്റാൾജിക് മൊമെൻ്റൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ എൻ്റെ ഒരു മെമ്മറി കീപ്പിംഗ് ആയിട്ടും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ കാണിക്കുവാണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ അറിയാമല്ലോ, അതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. പരിപാടി എന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥിനി കുടുംബ സംഗമം എന്നാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ, പല വർഷങ്ങളായിട്ട് ഇറങ്ങിയ എൻ്റെയൊക്കെ എത്രയോ സീനിയേഴ്സ്, ചേട്ടന്മാർ, ചേച്ചിമാർ തുടങ്ങി എനിക്ക് ശേഷം പഠിച്ചിറങ്ങിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ചേർന്നിട്ടുണ്ട് ഇന്നിവിടെ. മാക്സിമം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന അപ്പോൾ ഇവിടെ വെച്ചാണ് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തതെല്ലാം ഞങ്ങളുടെ സീനിയർ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ്. നല്ല പ്രോഗ്രാമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു താങ്ക്സ് പോലും ഇതുവരെ പറഞ്ഞില്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ട് അവർക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാൻ വിചാരിച്ചു, അവരുടെ ഹാർഡ് വർക്കിന്. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി. ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പഴയ അവസ്ഥകൾ. ഈ കാണുന്ന റാമ്പ് കയറി പോകുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം ഏരിയയൊക്കെ. ഇതൊക്കെ ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ആയിരുന്നു. പക്ഷേ ഇതൊക്കെ ഒത്തിരി മാറി. കാരണം പണ്ട് ഞങ്ങൾ ഈ ബെഞ്ചും ഡെസ്കൊന്നും അല്ല, താഴെ പായ് വിരിച്ചിരുന്നാണ് ഞങ്ങൾ പ്ലേറ്റ് വെച്ച് കഴിച്ച്. സൈഡിൽ തന്നെ വാഷ് ബേസിനൊക്കെ ഉണ്ട്, അതിലൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ തന്നെ കഴുകി. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി മാറിയത് കുഴപ്പമില്ല. പക്ഷേ എന്തോ പഴയത് തന്നെയായിരുന്നു നല്ലതെന്ന് എനിക്ക് ഒത്തിരി തോന്നി. പല സ്ഥലങ്ങളിൽ എനിക്ക് കണ്ണ് നിറഞ്ഞ ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ഇത് വന്നിട്ട് ഞങ്ങളുടെ പ്രെയർ ഹാളായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ എന്നും രാവിലെ ഞങ്ങൾക്ക് ഇവിടെയാണ് പ്രെയർ നടത്തുക. ഇതിൽ തന്നെ ഞങ്ങൾക്ക് ക്ലാസ്സുകളും ഇതിൻ്റെ അപ്പുറമായിട്ടൊക്കെ ആയിരിക്കും ക്ലാസ്സുകളുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഫിസിയോതെറാപ്പി റൂമാക്കി മാറ്റി. മൊത്തത്തിലൊരു വല്ലാതെ ഒരു മാറ്റമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമാണ് വന്നത്. പക്ഷേ നമ്മുടെ പഴയ ഓർമ്മകളൊന്നും അല്ല ഇതിൽ. എല്ലാം മാറിപ്പോയി. ബിൽഡിങ് തന്നെ വേറെ എന്തോ പോലെ ആയിപ്പോയ ഒരവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് അകത്തോട്ടൊക്കെ കയറിപ്പോയി നോക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഈ ടേബിളിൻ്റെ അപ്പുറത്തായിട്ട് ചെറിയ ഹാളായിട്ട് കാണുന്നത് അത് പ്രത്യേക ഒരു റൂമായിരുന്നു. ഇവിടെ ആ മതിൽ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ വെട്ടി 2 റൂമിനെയും കൂടെ ഒന്നാക്കി. അതുകൊണ്ട് മാറിപ്പോയി. പഴയ ഫീലില്ല ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ. ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 2-3 പേര് ഞാൻ കാണാൻ വന്ന സമയത്തും അവർ ഭയങ്കര സങ്കടത്തോടെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ തന്നെയായിരുന്നു സംസാരിച്ചത്. ഒരുപാട് മാറിയല്ലേ, നമ്മുടെ പഴയ ഒന്നുമില്ല, എല്ലാം പോയി, ഭയങ്കര വിഷമം ഫീൽ ചെയ്യുന്നു എന്നൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ സങ്കടം. പക്ഷേ എന്തായാലും കാണാൻ പറ്റിയല്ലോ. കാരണം പഠിച്ചിറങ്ങിയിട്ട് അതിനെപ്പറ്റി 20 വർഷം ഇപ്പോൾ എനിക്ക് തന്നെ ആയി. അപ്പോൾ എനിക്ക് മുമ്പേ ഇറങ്ങിയവർക്കൊക്കെ എന്തുമാത്രം ഓർമ്മകളായിരിക്കും. അവരൊക്കെ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് മുകളിൽ കാണുന്ന ഗ്രില്ല് പോലെ കാണുന്നുണ്ടല്ലോ മരത്തിൻ്റെ ഇടയിൽ കൂടെ, അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ബെഡ്റൂം. താഴെ കാണുന്നത് ബോയ്സിനായിരുന്നു. ബോയ്സ് താഴെയും ഞങ്ങൾ മേളിലും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബോയ്സിൻ്റെ സൈഡാണ്. നമ്മളിതൊന്നും പഠിക്കുന്ന സമയത്ത് ഈ ഏരിയ ഒന്നും കണ്ടിട്ട് പോലുമില്ല കേട്ടോ. അത്രയ്ക്ക് കാണാനൊക്കത്തില്ല. കാരണം അവരുടെ റൂമിനകത്ത് നിന്ന് നമുക്ക് അങ്ങോട്ട് പുറത്തൊന്നും അധികം ഇറങ്ങാൻ പാടില്ല, അവരുടെ സൈഡിലോട്ടൊന്നും പോകാൻ പാടില്ല. നല്ല സ്ട്രിക്റ്റൊക്കെ ആയിരുന്നു, അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കി ഞാനിങ്ങനെ എൻ്റെ ക്യാമറാമാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചും ഓർമ്മകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അന്നത്തെ ദിവസം അവിടെ കണ്ട എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും. പഴയ നൊസ്റ്റാൾജിക് ഫീൽ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടമൊക്കെ മനസ്സിനകത്തുണ്ടെങ്കിലും എല്ലാം ഒന്ന് കാണാൻ പറ്റിയല്ലോ, ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ബോർഡൊക്കെ ഞങ്ങൾ പണ്ട് ഫിസിയോ ചെയ്യാൻ വരുമ്പോൾ എപ്പോഴും ഇരുന്ന് വായിക്കും. എക്സസൈസ് ചെയ്യേണ്ട ഫോർമാറ്റൊക്കെയാണ് അതിൽ കാണിച്ചിരുന്നതും. പിന്നെ ഈ ഡയലോഗ് ചുരുണ്ടിരുന്നാൽ വരണ്ട ഭാവി, അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പറയുമായിരുന്നു ആ ഡയലോഗ്.
പിന്നെ ഈ അങ്കിളാണ് ഞാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ അങ്കിൾ ഡോക്ടർ ജോൺസ്. അത് കഴിഞ്ഞിട്ട് അങ്കിളിൻ്റെ കാലശേഷം ഈ അങ്കിളായിരുന്നു ഡോക്ടർ അസറിയ അങ്കിൾ. പിന്നെ ഉച്ചയ്ക്ക് എന്ത് ഫുഡ് കഴിക്കാനായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഐസ്ക്രീം എല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചു. ഒത്തിരി ഇതൊക്കെ നമുക്ക് വേണ്ടി അവർ ആ ടീം മെമ്പേഴ്സാണ് ഇതിൻ്റെ ഫുൾ എഫേർട്ട് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും മേടിക്കുകയോ ഫണ്ട് കളക്റ്റ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊക്കെ അവർക്ക് എന്തോരം ചിലവായി കാണും, അത് അവർ എന്തുമാത്രം അതിന് കഷ്ടപ്പെട്ട് കാണുമെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിനൊക്കെ വലിയൊരു ഹാറ്റ്സ് ഓഫ്. താങ്ക് യു ചേട്ടന്മാരെ, ചേച്ചിമാരെ. ഞാൻ പറയാൻ വിട്ടുപോയതെല്ലാം ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി വച്ചിരുന്നതാണ്. ഈ ഒരു ഡയലോഗ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം മക്കളുടെയും ചേച്ചിമാരുടെ അനിയത്തിമാരുടെ അങ്ങനെ വീട്ടിലുള്ളവരുടെയൊക്കെ കുറേ ഡാൻസുകളുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച്, ഓരോരുത്തരായിട്ട് പറയാൻ വയ്യ, എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച്. ഈ പാട്ടില്ലാതെ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കോപ്പിറൈറ്റ് വരാതിരിക്കാനാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അന്നത്തെ വിശേഷങ്ങൾ. ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും താങ്ക്സ് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ബായ് പറഞ്ഞു പിരിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് പ്ലീസ്. പിന്നെ ഇനി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നിങ്ങളെല്ലാവരും ഞാൻ കാണാം. അതുവരേക്കും ബായ്.